തൊടുപുഴയിലെ കൊലപാതകത്തിൽ കൊല്ലപ്പെട്ട ബിജുവിന്റെ പോസ്റ്റ്മോർട്ടം ഇടുക്കി മെഡിക്കൽ കോളേജിൽ പൂർത്തിയായി. തലച്ചോറിനുള്ളിലെ ആന്തരിക രക്തസ്രാവമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. അതേസമയം ബിജുവിന്റെ കൊലപാതകത്തിൽ അറസ്റ്റ് ചെയ്ത ഒന്നാം പ്രതി ജോമോനെ റിമാൻഡ് ചെയ്തു. വിവരങ്ങളുമായി ജോസിൽ സെബാസ്റ്റ്യൻ ഉണ്ട്. ആ റിപ്പോർട്ടിലേക്ക്. വർഷ, തൊടുപുഴയിൽ കൊല്ലപ്പെട്ട ബിജു ജോസഫിന്റെ പോസ്റ്റ്മോർട്ടം ഇടുക്കി മെഡിക്കൽ കോളേജിൽ വെച്ചാണ് നടന്നത്. തലച്ചോറിനകത്ത് ഉണ്ടായ ആന്തരിക രക്തസ്രാവമാണ് മരണകാരണം എന്നുള്ളതാണ് പ്രാഥമികമായുള്ള വിലയിരുത്തൽ. ഒപ്പം തന്നെ കയ്യിൽ ഒരു മുറിവുണ്ട്. ആ മുറിവ് എങ്ങനെ സംഭവിച്ചതാണ് എന്നുള്ളത് കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ്. നാളെയാണ് ബിജു ജോസഫിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഈ ഒന്നാം പ്രതിയായ ജോമോനെ രാവിലെ തന്നെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മറ്റ് രണ്ട് പ്രതികൾ, പോലീസ് കസ്റ്റഡിയിലുള്ള രണ്ട് പ്രതികൾ മുഹമ്മദ് അസ്രത്തെയും അതുപോലെ തന്നെ ജോമിനെയും ഈ സംഭവം നടന്ന വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. പ്രധാനമായും ഈ ബിജു ജോസഫിനെ വാഹനത്തിനുള്ളിലേക്ക് വലിച്ചു കയറ്റിയ സ്ഥലത്തും അതുപോലെ തന്നെ മറവ് ചെയ്ത ഗോഡൌണിലും അടക്കം എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. എങ്ങനെയാണ് സംഭവം ആസൂത്രണം ചെയ്തതെന്നും എങ്ങനെയാണ് കൃത്യം നിർവഹിച്ചതെന്നും എങ്ങനെയാണ് മറവ് ചെയ്തതെന്നും എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി ഈ പ്രതികൾ പോലീസിനോട് വിശദീകരിച്ചു നൽകി. ഒരു പ്രതി കൂടിയാണ് ഇനിയും പോലീസ് കസ്റ്റഡിയിലേക്ക് വരാനുള്ളത്. ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലേക്ക് വരാനുള്ളത്. അത് എറണാകുളത്ത് കാപ്പ കേസിൽ പ്രതിയായി റിമാൻഡിൽ കഴിയുന്ന ആഷിഖാണ്. ആഷിഖിനെയും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. വർഷ. ശരി ജോസി.